ജീവിതത്തിൽ തളർന്നു പോകാതെ ജീവിതമെന്ന വിധം അത് അനുഭവിച്ച് ആസ്വദിച്ച് മരണപ്പെട്ട നമ്മുടെ ഫാത്തിമ ഉമ്മ ഇന്ന് ഖബറിലാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജീവിതത്തിലെ പ്രതിസന്ധിയിൽ തളരാതെ പിടിച്ചു നിന്ന് 80 വയസ്സ് വരെ ജീവിതത്തിൽ സമ്പാദിച്ചത് കഷ്ടതകളും യാതനകളും. അവസാനം 80 വയസ്സിൽ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സോഷ്യൽ മീഡിയയിലൂടെ നമുക്കൊക്കെ സുപരിചിതയായ അങ്ങ് കോഴിക്കോട് ഫറോക്കിൽ ജീവിക്കുന്ന ഫാത്തിമ ഉമ്മ, ആളുകൾ സ്നേഹത്തോടെ ആടുമ്മ എന്ന് വിളിക്കും. എല്ലാവർക്കും അറിയുണ്ടാകും. മരണപ്പെട്ടിട്ട് 3 ദിവസമായി. അന്ന് ഈ ഒരു മരണവിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് കരുതിയതാണ്. എന്തോ പല പ്രയാസങ്ങൾ കാരണം എനിക്കന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ചിലരുടെ വാക്കുകൾ നമ്മളെ തളർത്തുകയാണ്. ചിലരുടെ നെഗറ്റീവ് വാക്കുകൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. യൂട്യൂബിൽ വന്നിട്ട് കുറച്ച് ആളുകളെ ഞാൻ പരിചയപ്പെട്ടു. ആ ഒരു പരിചയത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ അവർക്കൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. അതെങ്ങനെയല്ലോ പല ആളുകളിലും എത്തി. ഇപ്പോൾ വാട്സപ്പ് തുറന്നാൽ ചിലരുടെയൊക്കെ തെറികളാണ് കേൾക്കാനിടയാകുന്നത്. എല്ലാവരുമില്ല, കുറച്ച് പേര്. അപ്പോൾ ആ വോയിസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ അവതരണം ശരിയില്ല എന്നും നിർത്തിയിട്ട് പോടാ എന്നും അങ്ങനെ ഒരുപാട് ഭയങ്കരമായ തെറികളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കായാലും വിഷമമുണ്ടാകും. ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ നമ്മുടെ നമ്പർ കൊടുക്കുന്നത്. അപ്പോൾ ആ നമ്പർ വെച്ചിട്ടാണ് ഇവർ ദുരുപയോഗം ചെയ്യുന്നത്. ഇവരോട് ഞാനെന്താ തെറ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല. എൻ്റെ അവതരണം ശരിയില്ലത്രേ. ഞാൻ ഇതെങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്? ഞാൻ അഭിനയിക്കാനൊന്നും വന്നില്ലല്ലോ. അതും സങ്കടകരമായ വാർത്തകളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അതിനിടയിൽ ഇങ്ങനെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കും തളർന്നു പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഷമങ്ങൾ കാരണമാണ് ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റാതിരുന്നത്. എല്ലാവരും ഈ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യണം. ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ആരോടും പരിഭവവും പരാതിയുമില്ലാതെ മരണപ്പെട്ടു പോയ ഫാത്തിമ ഉമ്മക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ഫാത്തിമ ഉമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നുപോയാൽ ഒരുപാട് ജീവിത അനുഭവങ്ങളുണ്ട്. അവിടെ കഷ്ടതകൾ നിറഞ്ഞ ആ ജീവിതത്തിൽ ആ ഉമ്മയുടെ മനസ്സ് എന്തായിരിക്കും മന്ത്രിച്ചിട്ടുണ്ടാവുക? ആ നിഷ്കളങ്കതയുടെ ആ മുഖം നിങ്ങളൊന്ന് നോക്കിക്കേ. പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ഈ ഉമ്മയുടെ വിവാഹം നടക്കുന്നത്. 15-ാമത്തെ വയസ്സിൽ ഗർഭിണിയുമായി. ഗർഭിണിയായതോടുകൂടി ഭർത്താവ് മുങ്ങുകയും ചെയ്തു. അവിടുന്ന് തുടങ്ങിയ കഷ്ടതകളാണ് ഈ ഉമ്മ ഈ 80 വയസ്സ് വരെ അനുഭവിച്ചത്. കാണുന്നവർക്ക് മാത്രമേ കഷ്ടതകളുള്ളൂ. ഉമ്മയെ ഒന്ന് കണ്ടാൽ ഒരു കഷ്ടതയും ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ നിഷ്കളങ്കമായ മുഖം കണ്ടാൽ ഞാൻ ചിന്തിച്ചു പോകുന്നത്, ഇത്രയേറെ കഷ്ടതകളും വേദനകളും അനുഭവിച്ചിട്ടും ഒരു പരിഭവവും പരാതിയുമില്ലാത്ത ഒരു ഉമ്മ, ഒരു സ്ത്രീ, വിഷമങ്ങൾ ആരോടും കാണിക്കാതെ ആ ഒരു ജീവിതം. 15 വയസ്സിൽ ഗർഭിണിയായി ഭർത്താവ് മുങ്ങിയതോടുകൂടി പിന്നെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെയായി താമസം. അതും അധികകാലം നീണ്ടു നിന്നില്ല. അവരും റബ്ബിലേക്ക് മടങ്ങി. പിന്നെ ഈ ഫാത്തിമ ഉമ്മ തനിച്ചായി. എന്നിട്ടും ആരോടും പരാതിയും പരിഭവവുമില്ല. കണ്ടു പഠിക്കണമെന്ന് പറയാൻ ആർക്കും അനുകരിക്കാൻ പറ്റാത്ത ഒരു ജീവിത രീതിയാണ് ഈ ഉമ്മയുടേത്. ഇതുപോലെ ആർക്കാണ് ആവാൻ പറ്റുക? ഇത്രയേറെ സഹനശക്തി ഏത് സ്ത്രീക്കാണ് ഉണ്ടാവുക? അവർ മരിച്ചതോടുകൂടി പിന്നെയുള്ള ജീവിതം വീട്ടിലെ ആടുകൾക്കൊപ്പമായിരുന്നു. അങ്ങനെയാണ് ആടുമ്മ എന്ന് വിളി വരുന്നത്. ആളുകൾ വിളിക്കാൻ തുടങ്ങിയത് ആടുമ്മ എന്ന്. സ്നേഹിക്കാനും കഥകൾ പറയാനും കുശലങ്ങൾ പറയാനും ആട് മാത്രം. പിന്നെ ആ ഉമ്മ ആടുമായി കൂടുതൽ അടുത്തു. സ്വന്തം കൂടപ്പറപ്പിനെ പോലെയായിരുന്നു ആടുകൾ.
ആളുകൾ വിൽപ്പനക്ക് ചോദിച്ചാൽ പോലും ഉമ്മ ആടുകളെ നൽകില്ല. ചോദിച്ചാൽ പറയും ഇവിടെ ആടുകളുണ്ടോ, അതല്ലേ ഉള്ളൂ എന്ന്. അത്രക്ക് സ്നേഹമാണ് ആ ഉമ്മക്ക്. ഉമ്മയുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത് അവിടെയുള്ള നല്ലവരായ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ്. അവിടെയുള്ള പള്ളി കമ്മിറ്റി ആയാലും നാട്ടുകാരായാലും ഉമ്മയെ വല്ലാതെ അങ്ങ് സ്നേഹിച്ചിരുന്നു. അവിടെ ഫറൂഖിൽ തന്നെ ഒരു കോളേജ് ഉണ്ടായിരുന്നു. അവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഉമ്മയെ വലിയ ഇഷ്ടമായിരുന്നു, പ്രിയമായിരുന്നു. രാവിലെ ഇങ്ങനെ കോളേജിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഇറങ്ങും. അവിടുന്ന് പഴത്തൊലികളും ആടിന് വേണ്ട ഇലകളുമായി വരും. ഇതായിരുന്നു ഉമ്മയുടെ പതിവ് കാഴ്ച. അതായിരുന്നു ഉമ്മയുടെ ജീവിതം. ഇത്രയേറെ കഷ്ടതകളിലൂടെ ജീവിച്ച മറ്റൊരാളുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. ഇത്രയേറെ സഹനശക്തിയും ക്ഷമയുമുള്ള സ്ത്രീ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. ഇവരെ ഒന്ന് മാതൃകയാക്കണമെന്ന് തോന്നിയാൽ ആർക്കും അനുകരിക്കാൻ പറ്റാത്ത ഒരു ജീവിത രീതിയാണ് ഇവരുടേത്. ആ ജീവിതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 12 വയസ്സ് മുതൽ തുടങ്ങിയതാ ഈ 80 വയസ്സ് വരെ കഷ്ടതകൾ നിറഞ്ഞ ആ ഒരു ജീവിതം. എന്നിട്ടും ഉമ്മയെ കണ്ടാൽ ആർക്കും തോന്നില്ല ഉമ്മക്ക് ഇത്രയധികം കഷ്ടതകളുണ്ടെന്ന്. ക്ഷമയുള്ളവർക്ക് പടച്ചറബ് സമാധാനമുള്ള ജീവിതവും മരണവും പടച്ചറബ് കൊടുക്കും. ആ ഉമ്മക്ക് പടച്ചറബ് സ്വർഗീയ പൂങ്കാവനം തന്നെ തുറന്നു കൊടുക്കട്ടെ. പടച്ചറബ്ബെ, ഒരുപാട് വേദനകൾ അനുഭവിച്ചാണ് റബ്ബെ അങ്ങോട്ട് വന്നിരിക്കുന്നത്. റബ്ബെ, സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ. കൈവിടല്ലേ റബ്ബെ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ അവർക്ക് കൊടുക്കണേ റബ്ബെ. മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ ആ ഉമ്മക്ക് അനുഗ്രഹിക്കണേ റബ്ബെ. ദുനിയാവിൽ ഇത്രയധികം കഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങളെ അറിവിലില്ല റബ്ബെ. അവിടെ നീ സ്വർഗീയ പൂങ്കാവനം ഒരുക്കി വെച്ച് വിളിച്ചതാണെന്നറിയാം റബ്ബെ. എന്നാലും പറയുകയാണ് റബ്ബെ, അവർക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ. നാളെ അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിച്ച് കൂട്ടണേ റബ്ബെ. റബ്ബെ, ഇതുപോലെ ക്ഷമയും സഹനശക്തിയുമുള്ള വേറൊരു സ്ത്രീ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല റബ്ബെ. റബ്ബെ, ഞങ്ങൾ കണ്ട കാര്യമാണ് പറയുന്നത് റബ്ബെ. അവർക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണ റബ്ബെ, തുറന്നു കൊടുക്കണ റബ്ബെ. റബ്ബെ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഈ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. أشرق